തൃശ്ശൂരിൽ ഇന്ന് പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറ്റ് നടത്തി. തൃശ്ശൂർ മേയർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂടെ ഡെപ്യൂട്ടി മേയറും MLAയും ചടങ്ങിൽ പങ്കെടുത്തു. വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത ചടങ്ങിൽ MLAയും മേയറും ഡെപ്യൂട്ടി മേയർ സംസാരിച്ചു. പുലിക്കളിയെക്കുറിച്ച് MLAയും മേയറും വാചാലയായി. അതുപോലെ തന്നെ അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി രണ്ട് ചൂട് പുലിക്കളി നൃത്തവും വെച്ച് കൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും നിർവഹിച്ചത്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ പട്ടണത്തിലെ പുലിക്കളി മഹോത്സവം നടന്നു വന്നിരുന്നു. പതിറ്റാണ്ടുകളായിട്ട് തൃശ്ശൂർ ഓണത്തോടനുബന്ധിച്ച് ഈ പുലിക്കളി മഹോത്സവം ഉണ്ടായിരുന്നു. 2014-15 കാലഘട്ടങ്ങളിലാണ് തൃശ്ശൂർ കോർപ്പറേഷൻ അത് ഏറ്റെടുത്തത്. കോർപ്പറേഷൻ നേതൃത്വത്തിലാണ് ഇപ്പോൾ പുലിക്കളി മഹോത്സവം നടന്നു വരുന്നത്. തൃശ്ശൂർ കോർപ്പറേഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിലാണ് തൃശ്ശൂർ ടൗണിലെ 4 ഓണനാളിൽ പുലിക്കളി മഹോത്സവം നടന്നു വരുന്നത്. ഈ തവണ പുലിക്കളിക്ക് മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും നേതൃത്വത്തിൽ ഏറ്റവും വലിയ തുകയാണ് 3.5 ലക്ഷം രൂപയാണ് ധനസഹായം അനുവദിച്ചിട്ടുള്ളത്. അതിന് പുറമെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്രാവശ്യം വലിയൊരു തുക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി ശ്രീ V.D. സതീശനും അതുപോലെ ടൂറിസം വകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിശ്വനാഥും അത് ആ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ നടത്തും. അങ്ങനെ തൃശ്ശൂരിന്റെ പുലിക്കളിയെ നമ്മുടെ ഏറ്റവും നല്ല കലാരൂപമായി മാറ്റുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ തവണ 9 ടീമുകളാണ് തൃശ്ശൂർ പട്ടണത്തിലെ പുലിക്കളി ഇറക്കുന്നത്. അടുത്ത തവണ ഇതിന്റെ ഇരട്ടി ടീമുകൾ ഇറങ്ങാനുള്ള പ്രോത്സാഹനമായി കോർപ്പറേഷനും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ ഒപ്പമുണ്ട് എന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും ഓണാശംസ.